പാകിസ്ഥാനിലൊരു ആക്രമണം നടന്നു, അതിൽ 13 പേർ കൊല്ലപ്പെട്ടു. പാകിസ്ഥാൻ അത് ഇന്ത്യയുടെ നേർക്ക് പ്രയോഗിക്കാനായിട്ട് നോക്കി, ഇന്ത്യക്കാരാണിത് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് പണി പാളിപ്പോയി. എന്താണ് സംഭവം? അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ ഖൈബർ പക്തൂൺവ എന്ന് പറയുന്ന പ്രവിശ്യയിൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള ഒരു പ്രദേശമാണ്. അവിടെ വടക്കൻ വസിരിസ്ഥാനിലാണ് ഈ ഒരു ചാവേർ ബോംബാക്രമണം നടന്നത്. അതായത് സൈനിക വാഹന വ്യൂഹത്തിന് ഇടയിലേക്ക് ഒരു ചാവേർ സ്ഫോടക വസ്തുക്കളും നിറച്ച വാഹനം ഇടിച്ചു കയറ്റി, അങ്ങനെ അത് പൊട്ടിത്തെറിച്ചു. അങ്ങനെ 13 സൈനികർ അവിടെ വെച്ച് കൊല്ലപ്പെട്ടു. 10 സൈനികർക്ക് പരിക്കുണ്ട്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. 19 സാധാരണക്കാർക്ക്, അവിടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 6 പേർ കുട്ടികളാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ഈ സ്ഫോടനത്തിൽ ഒരു വീടിൻ്റെ മേൽക്കൂര തകർന്നു വീണാണ് ഈ കുട്ടികൾക്ക് പരിക്കേറ്റത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ഈ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന, തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ഒരു ഭീകര പ്രസ്ഥാനമുണ്ട്. അവരുടെ ഹാഫിസ് ഗുൽ ബഹാദൂർ എന്ന് പറയുന്ന ഒരു ആത്മഹത്യാ സ്ക്വാഡുണ്ട് അവരുടെ. അപ്പോൾ അവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. അപ്പോൾ ഇങ്ങനെ അവരൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭീകരാക്രമണമാണെന്ന് അവിടെ തന്നെ സ്ഥിരീകരണം ഉണ്ടായ പ്രശ്നത്തിനാണ് ഇപ്പോൾ പാകിസ്ഥാൻ അത് ഇന്ത്യയുടെ തലയെ കൊണ്ടിടാൻ ശ്രമം നടത്തുന്നത്. അതായത് ഈ ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നാണ് പാക് സൈന്യം ആരോപിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിന് കൃത്യമായ മറുപടി കൊടുത്തു. അതായത് ഈ പാകിസ്ഥാൻ്റെ ഈ ഒരു പ്രസ്താവനയെ തികഞ്ഞ അവജ്ഞയോടെ തള്ളിക്കളയുന്നു എന്നാണ്. കാരണം പ്രതികരണം പോലും അർഹിക്കുന്നില്ല എന്ന തരത്തിലാണ് ഇന്ത്യ പ്രതികരിച്ചത്. കാരണം ഇന്ത്യയുടെ നിലപാടുണ്ട്. അതായത് പാകിസ്ഥാനിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാക്കേണ്ടത് പാകിസ്ഥാനാണ്. അത് മറ്റൊരു രാജ്യത്തിൻ്റെ തലയിൽ വെച്ച് കെട്ടുന്നത് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിട്ടാണ് ഇന്ത്യ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം അത് ഇന്ത്യയുടെ മേൽ ഇടാനുള്ള പാകിസ്ഥാന്റെ ശ്രമം വിഫലമാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട്. ഇതൊന്നും അങ്ങനൊന്നും കൊണ്ടുവന്ന് കെട്ടിവെച്ചാലൊന്നും നടക്കില്ലല്ലോ. ഇതിനെല്ലാം ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലല്ലോ, തെളിവുകളും മറ്റു കാര്യങ്ങളും. അതെ, ഉറപ്പായിട്ടും തെളിവുകൾ വേണം. അതായത് പാകിസ്ഥാന്റെ ഈ ഒരു ചരിത്രം എന്ന് പറയുന്നത് വളരെ കുറച്ചു കാലമായിട്ട് വലിയ വിഷയത്തിലാണ്. കാര്യം ഈ പറയുന്ന പാകിസ്ഥാനിൽ നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും വലിയ ഭീകര പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ അവിടെ തന്നെയാണ് ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങൾ നടക്കുന്നത്. അതായത് ലോക ഈ ഭീകരവാദ ഇൻഡെക്സ് അനുസരിച്ച്, ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ് എന്നാണ് അതിന് പറയുക, ഈ വർഷം പുറത്തിറക്കിയ കണക്ക് പ്രകാരം പാകിസ്ഥാനിൽ 45% വർധനയാണുണ്ട്. ഏതാണ്ട് പകുതിയോളം ഭീകരവാദ ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 290 പേരാണ് ഈ വർഷം മാത്രം. അതായത് ഇപ്പോൾ ഇത് ജൂണല്ലേ ആയിട്ടുള്ളൂ. ഈ 6 മാസ കാലയളവിനുള്ളിൽ ഏതാണ്ട് 290 പേരാണ് അവിടെ ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറിയ പങ്ക് സൈനികരാണ്, സാധാരണക്കാരും അതിൽ ഉൾപ്പെടുന്നുണ്ട്. 2023 അത് 748 പേരായിരുന്നു. 2024 1081 പേരായിട്ട് അത് വർദ്ധിച്ചു. അപ്പോൾ ഈ ഒരു തുടർച്ച ഇപ്പോഴും ഉണ്ട്. അതായത് ഈ 6 മാസം കൊണ്ട് മാത്രം 290 പേർ മരിച്ചു. കഴിഞ്ഞ വർഷം 1081 പേരാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളരുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായും ഭീകരാക്രമണങ്ങൾ ഉണ്ടാവും. അത് ഇന്ത്യയുടെ മേലെ കൊണ്ട് ഇട്ടിട്ട് എന്ത് പ്രയോജനം? ഇനി എന്തുകൊണ്ട്, അതായത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന സ്വതവേ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഭീകരവാദികൾ ഈ പാകിസ്ഥാനെ ആക്രമിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അത് ഈ ഖൈബർ പക്തൂൺവ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത കൂടിയാണ്. കാര്യം ഈ മേഖല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അവിടെ ഈ പഷ്തൂൺ എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ്ഗക്കാരുണ്ട്. അവർ ഈ അതിർത്തിയുടെ അപ്പുറവും ഇപ്പുറവുമായി പെട്ടുപോയി. കാര്യം ഇത് അതിർത്തി നിർണ്ണയിച്ച് പാകിസ്ഥാൻ ചില മേഖലകളിലൊക്കെ വേലി കെട്ടി അടച്ചു. അപ്പോൾ അവിടെ നിലകൊണ്ടിരുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്നത്. മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഈ താലിബാൻ എന്ന് പറയുന്നത് അമേരിക്കക്കെതിരെ പോരാടിയ ഒരു കൂട്ടരായിരുന്നല്ലോ. അന്ന് ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു. പാകിസ്ഥാൻ ഇവർക്ക് അഭയം കൊടുത്തിരുന്നൊരു രാജ്യമായിരുന്നു. ഇപ്പോൾ അവിടെ താലിബാൻ അധികാരത്തിൽ വരിക, അവർ ഈ പഴയ പോലെ സായുധ വിപ്ലവത്തിനൊന്നും നിൽക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ഭീകരവാദ പ്രസ്ഥാനം ഇവിടെ അവശേഷിക്കുകയും ചെയ്തു. ഇവരിപ്പോൾ ഈ പറയുന്ന മേഖല, അതായത് ഈ ഖൈബർ പക്തൂൺവ എന്ന് പറയുന്ന മേഖല അവർക്ക് വേണമെന്ന നിലപാടുള്ളവരാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇവർ ഈ പാക് സൈന്യത്തെ നിരന്തരമായി ആക്രമിക്കുന്നു. തിരിച്ചടി എന്ന നിലയിൽ പാക് സേന ഈ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കിടന്ന അപ്പുറത്ത് വ്യോമാക്രമണം അടക്കം നടത്താറുണ്ട്. അങ്ങനെ ആണ് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ മാർച്ചിൽ പാകിസ്ഥാൻ സേനയുടെ ഓപ്പറേഷനിൽ 10 ഈ പറയുന്ന തെഹ്രീക്കെ താലിബാന്റെ ഭീകരരെ 10 പേരെ കൊന്നിരുന്നു സൈനിക നടപടിയിൽ. ഇവർ ഈ തെഹ്രീക്കെ താലിബാൻ മാത്രമല്ല പാകിസ്ഥാന്റെ തലവേല, ഈ ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞ് ബലൂചിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്നവരുണ്ട്.
അപ്പോൾ അവർ മറ്റേ ജാഫർ എക്സ്പ്രസ് കഴിഞ്ഞ മാർച്ചിൽ നടന്ന സംഭവമാണ്. ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ട് 21 പേരെ കൊലപ്പെടുത്തിയിരുന്നു. അതിൽ 4 പേർ സൈനികരാണ്. അങ്ങനെ ഈ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപങ്ങൾ, ആഭ്യന്തര സംഘർഷങ്ങൾ കൂടാതെ ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ശശി തരൂർ അമേരിക്കയിൽ ചെന്ന് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങൾ വിഷപ്പാമ്പുകളെ പാലൂട്ടി വളർത്തുന്നെങ്കിൽ അത് എല്ലാ കാലവും നിങ്ങളുടെ അയൽക്കാരെ ആക്രമിക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ കയറിയും കൊത്തും. അതാണ് ഇവിടെ പാകിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാനിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭീകരവാദ പ്രസ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്ന തെഹ്രീക്കെ താലിബാൻ. അവരവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, കാരണം അവർക്ക് സ്വന്തമായൊരു പ്രദേശം വേണമെന്ന് വാദിക്കുന്നവരാണ്. പിന്നെ ബലൂജ് ലിബറേഷൻ ആർമി എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഒരു വിഭാഗമാണ്. അത് സ്വതന്ത്ര രാജ്യമാകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പിന്നെ ഒന്ന് ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ്. അവർ ഈ താലിബാന്റെ ഒരു ഉപവിഭാഗമാണ്. അവരും ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പാക് ലിബറേഷൻ തെഹ്രീക്കെ താലിബാന്റെ ഒരു ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇനിയുള്ളവരൊക്കെ വലിയ വലിയ ടീംസാണ്. ഒന്ന് ലഷ്കർ ഇ തോയ്ബ, അത് ഇന്ത്യ അടക്കം തേടുന്ന ഭീകരവാദികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ്. ഇന്ത്യ മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയും അമേരിക്ക അടക്കമുള്ളവർ ഭീകരവാദികളെന്ന് മുദ്ര കുത്തിയിട്ടുള്ള ഒരു സംഘടനയാണ് ഈ ലഷ്കർ ഇ തോയ്ബ. ഈ ഇന്ത്യയിൽ നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാർ ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയാണ്. പിന്നെ അവരുടെ ഹാഫിസ് സെയ്ദ് അടക്കമുള്ളവരെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യ കർശനമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. മറ്റൊരു വിഭാഗം ജെയ്ഷെ മുഹമ്മദാണ്. ഈ ജെയ്ഷെ മുഹമ്മദും അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവാദ പ്രസ്ഥാനമെന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാനും അവരുടെ സംഘത്തെ വിദേശ പര്യടനത്തിന് വിട്ടിരുന്നു. അങ്ങനെ പാക് സംഘം അമേരിക്കയിലെത്തിയപ്പോൾ അവിടെയുള്ളൊരു സെനറ്റർ ബിലാവൽ ഭൂട്ടോ അടക്കമുള്ളവരോട് ചോദിച്ചത്, ഈ ജെയ്ഷെ മുഹമ്മദിനെ അമർച്ച ചെയ്യാൻ നിങ്ങൾ എന്ത് നടപടിയെടുത്തു എന്ന് അവരോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഉത്തരമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരും ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും പ്രവർത്തിക്കുന്നത് കാശ്മീരിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന 2 സംഘടനകളാണ്. ഇനിയും തീർന്നിട്ടില്ല. ഇനി അൽ ഖ്വയ്ദയുണ്ട്. അൽ ഖ്വയ്ദ എന്ന് പറഞ്ഞാൽ ഒരു ആഗോള ഭീകര പ്രസ്ഥാനമാണ്. നമുക്കറിയാവുന്ന പോലെ ബിൻ ലാദന്റെ സംഘടനയാണ് അൽ ഖ്വയ്ദ. അപ്പോൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണത്തിലായിരുന്നപ്പോൾ അൽ ഖ്വയ്ദയായിരുന്നു അവിടെ പ്രമുഖമായ ഭീകര പ്രസ്ഥാനം. ഈ പറയുന്ന ഒസാമ ബിൻ ലാദൻ എവിടെയാണ് ഒളിച്ചിരുന്നത്, എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്, നമുക്ക് അബോട്ടാബാദ് എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പ്രദേശത്ത് വെച്ചാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അൽ ഖ്വയ്ദയ്ക്ക് പാകിസ്ഥാനിൽ വേരുകൾ ഉണ്ടാകണമല്ലോ. മറ്റൊരു പ്രസ്ഥാനം ഇസ്ലാമിക് സ്റ്റേറ്റ് ആണ്. അതും ഇതേപോലെ ഒരു ആഗോള ഭീകര പ്രസ്ഥാനമാണ്. അവർക്കും പാകിസ്ഥാനിൽ വേരുകളുണ്ട്. പിന്നെ സിപ്പാഹ് സഹേദ എന്ന് പറയുന്ന ഒരു ഷിയ വിരുദ്ധ പോരാളികളുണ്ട്. അതായത് വംശീയമായിട്ടുള്ള പ്രചാരണം നടത്തി ഏറ്റുമുട്ടൽ നടത്തുന്ന ആൾക്കാരാണ്. പിന്നെയുള്ളത് ഹർക്കത്തുൽ മുജാഹിദീൻ. ഇവരും കശ്മീർ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ്. പിന്നെ ഒന്ന് അൽ ബദർ മുജാഹിദീൻ. അവരും ഈ പറയുന്ന കശ്മീർ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എണ്ണിയാൽ ഇത് കുറച്ച് പേരുകൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും അല്ല, ഇനിയും ആ ലിസ്റ്റ് നീളും. അപ്പം ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ട ആയുധങ്ങൾ, പണമടക്കമുള്ളവ സംഭാവന ചെയ്യുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അത് ഇന്ത്യയുടെ മാത്രം ആരോപണമല്ല. ഐക്യരാഷ്ട്രസഭ ഭീകരവാദ പ്രസ്ഥാനങ്ങളെന്ന് മുദ്രകുത്തിയ ഭീകരവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന പാകിസ്ഥാനിലാണ്. അപ്പം അത്തരത്തിലൊരു രാജ്യമാണ് അവിടെ നടന്ന ഒരു ഭീകരവാദ ആക്രമണത്തിൽ 13 സൈനികർ, അവരുടെ പാക് സൈനികർ കൊല്ലപ്പെട്ടപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യയുടെ തലക്കിടാൻ ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.